എല്ലാവരെയും ഞാൻ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യും. ഈ പരിപാടി പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യരായ രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ പാമ്പാടുംപാറ പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂൾ 7 പതിറ്റാണ്ട് മുമ്പ് പ്രവർത്തനം ആരംഭിക്കുക. കുന്നഞ്ചാൽ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളിലെ എല്ലാ ഭൗതിക സാഹചര്യങ്ങൾ എല്ലാം മെച്ചപ്പെട്ടു വരുന്നതിൻ്റെ ഭാഗമായി മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്കും പുതിയ കെട്ടിടം അനുവദിച്ച് സ്കൂളുകൾ ഹൈടെക് ആക്കി വരികയാണ്. 30ഓളം സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം അനുവദിച്ച് നൽകുന്നതിന് ആളുകളുടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിനായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മണ്ഡലത്തിലെ 12 സ്കൂളുകൾക്കാണ് കെട്ടിടം പണിയുന്നതിനായി ഫണ്ട് അനുവദിച്ചത്. ഈ സ്കൂളിൽ പുതിയ കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ PTA ഭാരവാഹികളും പാർട്ടി ഭാരവാഹികളും എന്നെ വന്ന് കണ്ടിരുന്നതും നിലവിൽ നൽകിയിരുന്നതാണ്. തുടർന്ന് 25-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഈ സ്കൂളിന് കെട്ടിടം പണിയുന്നതിനായി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 1 കോടി രൂപയ്ക്ക് തന്നെ നമുക്ക് ഈ കെട്ടിടം ഇപ്പോൾ 2 നടപടികൾ പൂർത്തിയായി ഇന്ന് നിർമ്മാണം നടത്താൻ വെച്ചിരിക്കുകയാണ്. അടുത്ത സ്കൂൾ വർഷം കുഞ്ഞുങ്ങൾ സ്കൂളിൽ എത്തുമ്പോൾ പുതിയ കെട്ടിടത്തിൽ പഠിക്കുവാൻ അവസരം ലഭിക്കും വിധം വേഗത്തിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുവാൻ ശ്രമിക്കേണ്ടതുകൊണ്ട് സുരക്ഷിതമായ പഠന സാഹചര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി നൽകുന്നതിന് LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ, വികസന രംഗത്ത്, റോഡ് നിർമ്മാണ രംഗത്ത് ചെയ്യാൻ കഴിയുന്ന അത്രയും പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ നിലവാരം ഉയർത്താൻ ആയുർവേദ മെഡിക്കൽ കോളേജ് ഉടുമ്പൻചോല, ഗവൺമെൻറ് കോളേജിലുള്ള പൂപ്പാറ, മുണ്ടിയിരുന്ന സ്കൂളിൽ നിന്ന് എല്ലാവരും സഹായവും സഹകരണവും, അതുപോലെ എല്ലാ സ്ഥാപനങ്ങൾക്കും റോഡ് നിർമ്മാണ രംഗത്ത് 100 കണക്കിന് കോടി രൂപ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഉടുമ്പൻചോല 2ാം മൈൽ റോഡ്, ചെമ്മണ്ണാർ യാത്ര റോഡ്, നത്തുകൽ ഹിമാചൽ റോഡ്, രാമക്കൽമേട്, കമ്പമത്ത് രാമക്കൽമേട്, വണ്ണപ്പുറം റോഡ്, അങ്ങനെ പോകും നിരവധി റോഡുകൾ. ഇന്ന് തന്നെ കുറെ നിർമ്മാണോദ്ഘാടനങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഏതാനും പരിപാടിയിൽ പങ്കെടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നെന്ന് കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ രക്ഷകർത്താക്കൾ PTA ഭാരവാഹികൾ എന്നെ വന്ന് കണ്ടതിനെ തുടർന്നാണ് ഇവിടെ ഫണ്ട് ഉപയോഗിക്കാൻ നടപടി സ്വീകരിച്ചതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തില് പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിൽ തന്നെ നിർമ്മാണ രംഗത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇടപെടലുകളും നടത്താൻ ഈ കാലയളവിൽ എല്ലാം കഴിയുന്ന എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ടെന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇന്നത്തെ കെട്ടിട നിർമ്മാണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. 7 പതിറ്റാണ്ട് മുമ്പ് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ എല്ലാ ഭൗതിക സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി വരുന്നതിൻ്റെ ഭാഗമായി മണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്കും പുതിയ കെട്ടിടം അനുവദിച്ചു. സ്കൂളുകൾ ഹൈടെക് ആക്കി വരികയാണ്. 30ഓളം സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകുന്നതിന് 4 വരെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിനായി 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മണ്ഡലത്തിലെ 12 സ്കൂളുകൾക്കാണ് കെട്ടിടം പണിയുന്നതിനായി ഫണ്ട് അനുവദിച്ചത്. ഈ സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിലെ PTA ഭാരവാഹികളും പാർട്ടി ഭാരവാഹികളും എന്നെ വന്ന് കണ്ടിരുന്നതും നിവേദനം നൽകിയിരുന്നതുമാണ്. തുടർന്ന് 25-26 വർഷത്തെ സർക്കാർ ബഡ്ജറ്റിൽ ഈ സ്കൂളിന് കെട്ടിടം പണിയുന്നതിനായി 1 കോടി രൂപ അനുവദിച്ചിരുന്നതാണ്. 1 കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഈ കെട്ടിടം ഇപ്പോൾ ടെൻഡർ നടപടി പൂർത്തിയായി. ഇന്ന് നിർമ്മാണം ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. അടുത്ത സ്കൂൾ വർഷം കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തുമ്പോൾ പുതിയ കെട്ടിടത്തിൽ പഠിക്കുവാൻ അവസരം ലഭിക്കും വിധം എത്രയും വേഗം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാനുള്ള അവസരം ഒരുക്കണമെന്ന
അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടെന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട്